ഹലോ. മേഡം വരുവാ, വന്നോണ്ടിരിക്കാം മേഡം. ഇപ്പൊ എത്തും മേഡം. അതിലൂടെ എത്ര നേരം കൊണ്ട് വിളിക്കുവാ, നിങ്ങൾ ഫോൺ എടുക്കാത്ത എന്താ? കംപ്ലൈന്റ് ആയതുകൊണ്ടല്ലേ വിളിക്കുന്നത്? ഇവിടെ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല ഞങ്ങൾക്ക്, അതുകൊണ്ടല്ലേ വിളിക്കുന്നത് മൊത്തം. മേഡം ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ, ടാപ്പ് ശരിയാക്കിയിട്ടുണ്ട്. എല്ലാം ശരിയായല്ലോ, ഓക്കെ ആയില്ലെങ്കിൽ വെള്ളമൊക്കെ വരുമല്ലോ. മനഃപൂർവ്വം അല്ല വരാത്തത്, ഒരുപാട് തിരക്കുകളും കാര്യങ്ങളുണ്ട്. രാവിലെ ഇറങ്ങി പോകുന്ന എല്ലാ ആൾക്കാരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കേണ്ടതാണ്. ഒന്നും തോന്നരുത്, ഒരു ഹോസ്പിറ്റൽ കേസ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ. പക്ഷേ ഇനിയെങ്കിലും മേഡം ഇത്തരം രീതിയിൽ ദേഷ്യപ്പെടുന്നതൊന്ന് കുറയ്ക്കണം. പാതിരാത്രിയിലും വിളിച്ചാൽ ഓടി വരുന്ന നിങ്ങളുടെ ടെക്നീഷ്യൻ സുഹൃത്തുക്കൾ ചില സമയങ്ങളിലും സന്ദർഭങ്ങളിലും താമസിച്ചാൽ മുൻപ് ചെയ്തു തന്നിട്ടുള്ള സേവന സഹായങ്ങൾ മറന്നാലും കുഴപ്പമില്ല. അവരും ഒരു കുടുംബമുള്ളവരാണ്, പച്ചയായ മനുഷ്യരാണ് എന്ന പരിഗണന മാത്രം നൽകിയാൽ മതി. കയ്യിൽ നിന്ന് പോയ കല്ലും വായിൽ നിന്ന് പോയ വാക്കും ഒരിക്കലും തിരികെ എടുക്കാൻ പറ്റില്ല. അമ്പുകൾ ശരീരത്തിൽ കൊള്ളുന്നതിനേക്കാൾ വേദനയുണ്ടാവും ചില വാക്കുകൾ കേട്ടാൽ. എത്ര ക്ഷമ പറഞ്ഞാലും ആ മുറിവ് ഒരിക്കലും മാറുകയില്ല. ഇതുപോലെ ഹൃദയം പൊട്ടിയ അനുഭവം ഉണ്ടായ സുഹൃത്തുക്കൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു.